ഇപ്പൊ നമ്മളിടുന്ന ഓരോ വീഡിയോക്ക് ആയാലും നമ്മുടെ ഷോപ്പ് ആയാലും അത്യാവശ്യം നല്ല രീതിക്കാണ് ഇപ്പൊ റൺ ചെയ്തോണ്ടിരിക്കുന്നത്. ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നത് ഒരു കൂട്ടം പേര് സപ്പോർട്ട് ചെയ്യാൻ, വേറൊരു കൂട്ടം എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫോൾട്ട് വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ് വരാനോ ഒക്കെ കാത്തിരിക്കുന്നവരുണ്ട്. എന്തെങ്കിലും ചെറിയ ഫോൾട്ട് എന്റെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യം. അപ്പൊ നമ്മുടെ ഷോപ്പ് ഇട്ടിട്ട് 84 ദിവസമായിട്ടോ അവലെ നമ്മൾ പണിയെ കൊണ്ട് തുടങ്ങിയായിരുന്നു. എല്ലാ ദിവസങ്ങളിലെ പ്രിപ്പറേഷന്റെ വീഡിയോസ് കാണിക്കാത്തതിന് കാരണം ഈ ഫോണിന്റെ പ്രശ്നമായിരിക്കും, ഇല്ലെങ്കിൽ ഒട്ടും സമയമില്ലായിരിക്കും. എല്ലാ ദിവസങ്ങളിൽ നല്ല ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോ. അപ്പൊ താമസിച്ചായിരിക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ ടൈം കിട്ടത്തില്ല. ഇന്ന് നമ്മളെടുത്ത മാങ്ങയിൽ ഒരു 4 മാങ്ങ കേട്ടോ കേട് വന്നു. അങ്ങനെ ഏകദേശം ഒരു 4 മണിക്കൂറത്തെ വർക്കിന് ശേഷം നമ്മുടെ ഐറ്റം ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടോ. ഫൈനലായിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ കിച്ചൺ എല്ലാം ക്ലീൻ ആക്കിയ ശേഷം നമ്മൾ പേക്ക് സെറ്റ് ചെയ്ത് ഒരു കുളിയും പാസ്സാക്കി നേരെ ഷോപ്പ് ഓപ്പൺ ആക്കി. അതുകൊണ്ട് തന്നെ നമ്മൾ പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടോ. എല്ലാം പെട്ടെന്ന് സെറ്റ് ചെയ്ത് നേരെ നമ്മൾ ഷോപ്പ് ഓപ്പൺ ആക്കി. ഏകദേശം നമുക്ക് 1/2 മണിക്കൂറുണ്ടാവും നമ്മൾ 15 ലിറ്റർ മാംഗോ മിൽക്ക് ഷേക്ക് തീർന്നു. പേര് ഇപ്പോഴും ഇത് ജ്യൂസ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇത് ഷേക്ക് ആണ് കേട്ടോ. കേസിലും പറഞ്ഞാൽ പോലും ചിലർക്ക് ഷോപ്പിന്റെ ലൊക്കേഷൻ മനസ്സിലാവില്ല കേട്ടോ. ഷോപ്പ് കറക്റ്റ് വരുന്നത് കാര്യവട്ടം ക്യാമ്പസിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ്. അഴക്കൂട്ടത്തിന്റെ അടുത്തായിട്ടാണ് ഈ കാര്യവട്ടം വരുന്നത്. ക്യാമ്പസിന്റെ അവിടെ എത്തി ജസ്റ്റ് ഒന്ന് ചവിട്ടിട്ട് ഒന്ന് നോക്കിയാൽ മതി. ഇന്ന് 2.5 മണിക്കൂറുണ്ടാവും കേട്ടോ 42 ലിറ്റർ ഐറ്റംസ് മൊത്തം തീർന്നു. ഫസ്റ്റ് ആയിട്ട് സ്റ്റോർ ചെക്കിട്ട് മാത്രമേ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടാതെ പോകേണ്ടി വരും. നേരെ ഷോപ്പെല്ലാം ക്ലോസ് ചെയ്ത് അത്ര ഒരു 7 മണിയാകുമ്പോൾ നമ്മൾ നേരെ ജിമ്മിൽ കയറി കേട്ടോ. അതിന് മുന്നേട്ട് മാങ്ങയും മറ്റു സാധനങ്ങളെല്ലാം വാങ്ങിച്ച് സെറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ജിമ്മിൽ പോയത്. ഇവിടെ വന്ന് ഹെവി ആയിട്ട് വർക്കൗട്ട് കൂടെ ചെയ്യണോണ്ടാണ് രാവിലെ എനിക്ക് നല്ല ക്ഷീണം. പിന്നെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് വാക്യൂം ബോസ് ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ. കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ കറക്റ്റ് ആയിട്ട് വാക്യൂം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ചെന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരെ വീട്ടിൽ പോയി ഫുഡ് എടുത്തിട്ട് കിടന്നുറങ്ങി. ബൈ.